ഈ വേടൻ ആരാണെന്ന് ചോദിക്കുമ്പോൾ ഹിരൺദാസ് മുരളി എന്നാണ് റാപ്പർ വേടന്റെ യഥാർത്ഥ പേര്. തൃശൂർ സ്വദേശിയാണ്. കൂട്ടുകാർ വേടൻ എന്നുള്ള ഒരു പേരിട്ട് കളിയാക്കി കഴിഞ്ഞപ്പോൾ അത് തന്റെ ഐഡന്റിറ്റിയാക്കി മാറ്റി അങ്ങനെ റാപ്പറായി യുവാക്കൾക്കിടയിൽ ഹരമായി മാറിയ ആളാണ് ആ വേടൻ. ആ വേടനാണ് ഇപ്പോൾ കുടുങ്ങിയിരിക്കുന്നത്. പുലിപ്പല്ലിന്റെ ഉറവിടം എന്താണ്, അതേക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നത്. റാപ്പർ വേടൻ വെള്ളി പൊതിയാൻ കൊണ്ടുവന്നത് പുലിപ്പല്ലാണെന്ന് അറിയില്ലായിരുന്നുവെന്ന് വിയൂർ സരസ ജ്വല്ലറി ഉടമ സന്തോഷ് കുമാർ. വെള്ളി പൊതിയാൻ കൊണ്ടുവന്നത് വേടനല്ല, ലോക്കറ്റ് ആക്കിയ ശേഷം വേടൻ വന്നത് സുഹൃത്തിനൊപ്പമാണ്. 1000 രൂപയാണ് വെള്ളി ലോക്കറ്റ് പണിയാൻ കൂലിയായി കിട്ടിയതെന്നും സന്തോഷ് കുമാർ പറഞ്ഞു. എനിക്കിപ്പോ ശരിക്കും ഓർമ്മയില്ല, എനിക്കൊരു 5-8 മാസമായി തോന്നുന്നു. വേറെ ആരോ കെയർ ഓഫ് വഴി വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇത് പുലിനകാണെന്ന് എനിക്കറിയില്ലായിരുന്നു. ഇത് വെള്ളിയിൽ അതിന് ഫ്രെയിം ഇട്ട് അത് ലോക്കറ്റ് പോലെ ആക്കി കൊടുക്കാൻ പറഞ്ഞപ്പോൾ എൻ്റെ ഇവിടെ പണിക്കാരെ കൊണ്ട് ചെയ്യിച്ചു കൊടുത്തതാണ്. വാങ്ങിക്കാൻ വന്നത് പുള്ളിയാണെന്ന് തോന്നുന്നു. പക്ഷേ ഇദ്ദേഹത്തിന് ആദ്യം മനസ്സിലായില്ലായിരുന്നില്ല. പോയി കഴിഞ്ഞിട്ടാണ് ആളാണെന്ന് മനസ്സിലായത്. ഏകദേശം ഒരു കൊല്ലത്തിന് അടുത്തായിരുന്നു തോന്നുന്നു. ശരിക്കും എക്സാക്റ്റിൽ ഓർമ്മയില്ല, എനിക്കറിയില്ല. പ്രത്യേകിച്ച് ഒന്നും സംസാരിച്ചില്ല. ഇതൊന്ന് കെട്ടി തരാൻ പറഞ്ഞു. അതിനെ എങ്ങനെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അതിൻ്റെ മുകളിലൊരു ചെറിയൊരു വർക്കാണ്, ഒരു നിസ്സാര വർക്ക്, ഒരു 1000 രൂപയുടെ വർക്കാണ് അതിനകത്ത് ചെയ്തിട്ടുള്ളത്. ജെയ്സൺ ശ്യാമുളപ്പിൽ നമുക്കൊപ്പം ചേരുന്നു തൃശ്ശൂരിൽ നിന്ന്. ഗുഡ് ഈവനിങ് ജെയ്സൺ ശ്യാമുളപ്പിൽ. പുലിപ്പല്ലാണോ പുലിനഖമാണോ എന്നൊന്നും നോക്കിയില്ല. ജ്വല്ലറിക്കാരൻ അത് വെള്ളി കെട്ടിക്കൊടുത്തു. സാധാരണഗതിയിൽ ലോക്കറ്റിന് ചെയ്തു കൊടുക്കുന്നത് പോലെ വെള്ളി കെട്ടിക്കൊടുത്തു, അതിന്റെ കൂലിയും വാങ്ങി. അതാണ് അദ്ദേഹം ഇപ്പോൾ വിശദീകരിക്കുന്നത്. ഇതെന്നാണ് പണിയിക്കാൻ കൊണ്ടുചെന്നത് ജെയ്സൺ? സുജിയ, വെരി ഗുഡ് ഈവനിങ്. 8 മാസം മുമ്പാണ് ഇയാളുടെ അടുത്തേക്ക് വേടൻ്റെ ഒരു അടുത്ത സുഹൃത്താണ് ഇത് കൊണ്ടുവരുന്നത്. അത്ര വലിയ ജ്വല്ലറി ഒന്നും പറയാൻ കഴിയില്ല. സ്വർണ്ണാഭരണങ്ങൾ ചെറിയ തോതിൽ നിർമ്മിച്ച് നൽകുന്ന ഒരു സ്ഥാപനമാണ് അത്. ആഭരണശാല എന്ന് പോലും പറയാൻ കഴിയില്ല. തൃശ്ശൂർ വിയൂരാണ് ഈ സ്ഥാപനമുള്ളത്. ഇയാളുടെ പാരമ്പര്യമായിട്ട് ഇയാളുടെ ബന്ധുക്കളും അതുപോലെ തന്നെ മാതാപിതാക്കളൊക്കെ ഈ സ്വർണ്ണപ്പണിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ്. 10-40 വർഷത്തിലധികമായി ഈ രംഗത്തുള്ളവരാണ്. പക്ഷേ ഈ വേടനെ വന്നപ്പോൾ ഇയാൾക്ക് അറിയില്ല എന്നാണ് ഇയാൾ പറഞ്ഞത്. സ്വാഭാവികമായിട്ടും സോഷ്യൽ മീഡിയയ്ക്ക് സജീവമല്ലാത്ത ആളുകൾക്ക് വേടൻ ആരാണെന്ന് അറിയുക അത്ര എളുപ്പമല്ല. ആദ്യം ഇത് കാരണം കൊണ്ടുവരുന്നത് വേടൻ്റെ ഒരു സുഹൃത്താണ് കൊണ്ടുവന്നത്. തിരിച്ചത് വാങ്ങാൻ വന്നപ്പോഴാണ് വേടനും മറ്റൊരു സുഹൃത്തും കൂടി വരുന്നത്. വെറും 1000 രൂപയിൽ താഴെ മാത്രമേ വർക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഒരു ചെറിയ വെള്ളി കെട്ടുക, ഒരു ചെറിയ പുലിനകത്തിന് വെള്ളി കെട്ടുക എന്ന് പറഞ്ഞാൽ അത്ര വലിയ വർക്കല്ല. 1000 രൂപയിൽ താഴെ മാത്രമാണ് ഉണ്ടായിരുന്നത്. പോയതിനു ശേഷമാണ് ഇത് വേടനാണ് എന്ന കാര്യം ഇയാൾ അറിയുന്നതെന്നാണ് ഇന്ന് നാം മാധ്യമപ്രവർത്തകരോട് അയാൾ പ്രതികരിച്ചത്. പക്ഷേ വനംവകുപ്പിലെ ഉദ്യോഗസ്ഥർ തെളിവെടുപ്പിനായി എത്തിച്ചേരുമെന്ന് ഇതുവരെയും പറഞ്ഞില്ല. അതിനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണമുണ്ട്. വേടന് പോലും ഈ കടയുടെ പേരറിയില്ല എന്നതാണ് നാം മനസ്സിലാക്കുന്നത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരോട് വേടൻ പറഞ്ഞിരിക്കുന്നത് തനിക്ക് ആ കടയുടെ പേരറിയില്ല, നമുക്ക് ഒന്നിച്ചു പോകുമ്പോൾ ആ കട ഞാൻ കാണിച്ചു തരാമെന്നാണ് വനംവകുപ്പിലെ ഉദ്യോഗസ്ഥരോട് ഇയാൾ വേടൻ മൊഴിയായിട്ട് നൽകിയിരിക്കുന്നത്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം എത്രമാത്രം ചെറിയ കടയും അതുപോലെ തന്നെ ആഭരണശാലയാണ്, ചെറിയൊരു കട മാത്രമാണ്. അതുകൊണ്ടാണ് വേടൻ അങ്ങനെ പ്രതികരിച്ചത്. ഇന്ന് വരുമ്പോൾ ഇതുവരെയും വനംവകുപ്പിൻ്റെ ആരും അവരെ ബന്ധപ്പെട്ടില്ല. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, വേടൻ്റെ അടുത്ത ബന്ധുക്കൾ സഹോദരനൊക്കെ നാം നേരിട്ട് പോയി സംസാരിച്ചു. അവരുടെ എന്തെങ്കിലും പ്രതികരണം തേടേണ്ടതുണ്ടല്ലോ ഈ വിഷയത്തിൽ. അപ്പോൾ അവർ പറയുന്നത് ഒന്നും പ്രതികരിക്കാനില്ല, വളരെ സാധുക്കളായ ആളുകളാണ്. സാധുക്കൾ എന്ന് പറഞ്ഞാൽ അവരുടെ പെരുമാറ്റത്തിലേക്ക് വളരെ സാധുക്കളായ ആളുകളാണ്. ഇയാളുടെ സഹോദരൻ പറഞ്ഞത് നമുക്കൊന്നും പ്രതികരിക്കാനില്ല, മാധ്യമങ്ങളൊക്കെ നല്ല രീതിയിലാണ് വാർത്തകൾ നൽകുന്നത്, വേടനെ വേട്ടയാടുന്ന സ്ഥിതിയൊന്നുമില്ല, അതുകൊണ്ട് തന്നെ നിങ്ങൾ നല്ല രീതിയിലാണ് വാർത്തകൾ നൽകുന്നത്, അതുകൊണ്ട് ഒന്നും പ്രതികരിക്കാനില്ല എന്നതാണ് വേടന്റെ കടയിലേക്ക്, സരസ ജ്വല്ലറിയിലേക്ക് ഇനിയിപ്പോൾ തെളിവെടുപ്പിന് വേടനുമായി അന്വേഷണ സംഘം, വനംവകുപ്പിന്റെ സംഘം എത്തുമോ എന്ന് അറിയാൻ നമുക്ക് കാത്തിരിക്കാം. ജെയ്സൺ ആണ് തൃശ്ശൂരിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നത്. പ്രേക്ഷകർ ചോദിച്ചതുപോലെ ആരാണ് വേടൻ? ആ ചോദ്യം ഇന്നലെ വളരെ സജീവമായി തന്നെ ഉയർന്നു. വേടനെ അറിയാത്തവർ കൂടി വേടൻ ആരാണെന്ന് അറിഞ്ഞു. അത് കേരളത്തിൽ മാത്രമല്ല മറുനാട്ടിലും ഇപ്പോൾ വേടൻ സുപരിചിതനായി മാറുകയാണ്.